പിന്നെ ഇതില്ലേ ചിറ്റുള്ളിയും മുളകും നമ്മുടെ മലബാർ ഏരിയയിൽ ചില ഭാഗങ്ങളിൽ ഈ വെളുത്തുള്ളിക്ക് ചിറ്റുള്ളി എന്നും കൂടി പറയലുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചിറ്റുള്ളിയും പിന്നെ മുളകും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അധിക കറികളൊന്നും കൂട്ടി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ ഇങ്ങനെ മീനൊന്നും കിട്ടാണ്ട് നിൽക്കുന്ന ടൈമിൽ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. കഴിക്കാൻ പവർഫുള്ളാണ്, ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. തറവാട്ടിൽ നിന്നെല്ലാം ഈ അമ്മിമേൽ അരച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. നമ്മുടെ കായ്മുളകെല്ലാം അമ്മിമേൽ അരച്ചിട്ട് ഇപ്പം നമുക്ക് മിക്സിയിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അധികം അങ്ങ് എരിവുള്ള മുളകല്ല, കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോ. പിന്നെ പുളിപ്പിന് ആവശ്യമായിട്ട് വിനാഗിരിയും കൂടിയും ചേർത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. അങ്ങനെയല്ല, ഇനി നിങ്ങൾക്ക് ഒരു പരിപ്പ് കറിയെല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയായിരിക്കും കേട്ടോ. ഈ ഒരു ചിറ്റുള്ളിയും മുളകും പിന്നെ പരിപ്പ് കറിയും പിന്നെ കൂടെ നല്ല ഉണക്ക മീനെല്ലാം ഉണ്ടെങ്കിലല്ല നമുക്ക് ചോറ് എത്ര കഴിച്ചെന്ന് അറിയാൻ പറ്റൂല. അപാര കോമ്പിനേഷനാണ്. നമ്മളെ ഏരിയയിലെല്ലാം ഇത് അധികം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇനി ഇതുവരെ ആരും ഒന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ.